वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। പ്രശസ്തമായ ഒരു ആയിരുന്നു ധൃതരാഷ്ട്രരുടെ ജനനം. സാധാരണ വ്യക്തികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ ശാരീരിക ബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ശാരീരിക ബലം കൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിച്ചു പോന്നു. അതീവ ബുദ്ധിമാനുമായിരുന്നു അദ്ദേഹം. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് മുഴുവൻ അവതരിപ്പിക്കേണ്ടി വരാറില്ല. അദ്ദേഹത്തിന് അതിൻ്റെ പൂർണ്ണ രൂപം അതിനു മുമ്പ് തന്നെ പിടികിട്ടിയിട്ടുണ്ടാവും. ഹസ്തിനപുരിയിലെ രാജപരമ്പരയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു വിവാഹമല്ല അദ്ദേഹത്തിന് ലഭിച്ചത്. ധനപരമായി വളരെ താഴ്ന്ന നിലയിലുള്ള രാജാക്കന്മാരായിരുന്നു ഗാന്ധാരത്തിലെ രാജാക്കന്മാർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം വധൂഗൃഹത്തിൽ വെച്ച് നടത്താതെ വരൻ്റെ ഗൃഹത്തിൽ വധുവിനെയും വധുവിൻ്റെ ബന്ധുക്കളെയും കുടുംബത്തിൽപ്പെട്ടവരെയും ശേഷക്കാർ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടവരെയുമെല്ലാം ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് ഏതാണ്ട് 6 മാസത്തിലധികം നീണ്ടുനിന്ന വലിയ ഉത്സവമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തി തീർത്തത്. ഈ ഗാന്ധാരിയെ തന്നെ വധുവായിട്ട് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നു? അതീവ സുന്ദരിയായിരുന്നു ഗാന്ധാരി. ഇപ്പോൾ ഗാന്ധാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കേട്ടിരുന്നു. അവരുടെ മുഖത്തിൻ്റെ ലക്ഷണപൂർണത, അതും പല ഋഷിമാരും തീർത്ഥാടകന്മാരും സഞ്ചാരികളും പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞിരുന്നു. പക്ഷേ എത്ര ലക്ഷണപൂർണത ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് അന്ധനാണ്, രാജ്യാവകാശം കിട്ടില്ല, ഇതൊക്കെ ഒരു പരിമിതിയല്ലേ? അതൊക്കെ പരിമിതി ആയിരുന്നെങ്കിൽ തന്നെയും ഇതുപോലെ പ്രശസ്തമായ വലിയ ചതുരംഗ സൈന്യമുള്ള അജയ്യമായ ആയുധാഭ്യാസ പാടവമുള്ള ധാരാളം രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ടുള്ള ദിഗ്ജയങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജകുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ ആരും മോഹിക്കത്തക്ക വിധത്തിലായിരുന്നു ഹസ്തിനപുരിയുടെ ധനസ്ഥിതിയും പ്രശസ്തിയും യശസ്സും. അവിടെ കണ്ണിന് കാഴ്ചയില്ല എന്നത് ഒരു വിഘ്നമായി വധുവിൻ്റെ ആളുകൾ വിശേഷിച്ച് കരുതിയിരുന്നില്ല. വധുവിന് പക്ഷേ തോന്നിയേക്കാമായിരുന്നു. വധുവിനത് പിന്നീട് തോന്നുകയും ചെയ്തു. അതിന് തെളിവുകളുണ്ടോ എന്ന് വെച്ചാൽ ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ വൈകല്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്? വൈകല്യം അറിഞ്ഞുകൊണ്ടല്ല, അന്ന് സ്ത്രീക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവരുടെ പതിയെ തിരഞ്ഞെടുക്കുന്നതിൽ. പക്ഷേ ഇത് സാധാരണ നടത്തിപ്പോരുന്ന തരത്തിലുള്ള ഒരു യാഥാസ്ഥിതികമായ വിവാഹമായിരുന്നില്ല.
സ്വയംവരമായിട്ടാണ് നടന്നിരുന്നതെങ്കിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. ഇത് ധൃതരാഷ്ട്രരുടെ കാരണവന്മാർ അദ്ദേഹത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു വധുവായിരുന്നു ഗാന്ധാരി. അതുകൊണ്ട് ഗാന്ധാരിയും ഇദ്ദേഹത്തിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കിയിരുന്നില്ല. സാധാരണഗതിയിൽ തൻ്റെ ബന്ധത്തിൽപ്പെട്ടവർ, അച്ഛനമ്മമാർ, അമ്മാവന്മാർ, അച്ഛൻ്റെ ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കൾ, ഇവരൊക്കെ വിവാഹം ആലോചിക്കുമ്പോൾ തനിക്ക് ചേരാത്ത അംഗവൈകല്യമുള്ള, അതും വളരെ പ്രധാനപ്പെട്ട ഒരംഗത്തിന് വൈകല്യമല്ല, ആ അംഗം കൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ലാത്ത ഒരാളിനെ തിരഞ്ഞെടുക്കും എന്ന് വിചാരിക്കേണ്ട ഒരാവശ്യവും ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരങ്ങനെ തിരഞ്ഞെടുത്തു. അതിനവരെ പ്രേരിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥിതിയും. അങ്ങനെ ഒരു ബന്ധമുണ്ടാകുന്നത് രണ്ടു കൂട്ടർക്കും നല്ലത് എന്നല്ല, ഗാന്ധാരത്തിലെ ചെറിയ രാജാക്കന്മാർക്ക് അങ്ങനെ ഒരു ബന്ധം കിട്ടുന്നത് അവരുടെ പ്രതാപം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു ചാലായിട്ട് അവർ കരുതി. അതുകൊണ്ട് വധുവിൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. മറിച്ച് സ്വയംവരമായിട്ടാണ് നടന്നിരുന്നതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൂർവികന്മാരുടെ ചരിത്രം, ഇദ്ദേഹം ജയിച്ചിട്ടുള്ള യുദ്ധങ്ങൾ, ഇപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് പോലെ 10ാം ക്ലാസ് പല പ്രാവശ്യമായി പാസ്സാകാതിരുന്നില്ല എന്നുവെച്ചാൽ തോറ്റു എന്നാണ് അർത്ഥം. പിന്നീട് ചില സർട്ടിഫിക്കറ്റ് കോഴ്സിന് പോയി. ആശാരിപ്പണി, കാർപ്പൻട്രി എന്നാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ള പല അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കിയില്ലെങ്കിൽ തന്നെയും ഈ വിവരങ്ങളെല്ലാം പറയും ഗാന്ധാരിയോട്. ഗാന്ധാരിയുടെ ഇത് പറഞ്ഞു കൊടുക്കുന്ന തോഴി ഉണ്ടാകും. ആ തോഴിയെ ഈ വിവരങ്ങളെല്ലാം അറിയിക്കണം. പിന്നെ വലിയ യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തന്നെയും ധൃതരാഷ്ട്രരോ അല്ല, സ്വതേ അങ്ങനെ സ്വതേ അല്ല, ഈ പരിചയപ്പെടുത്തുമ്പോൾ അത് ഒരു ഇനമാണ്. അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമായിട്ട് എഴുതി വച്ചിട്ടില്ലെങ്കിലും പങ്കെടുത്ത യുദ്ധങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ പങ്കെടുത്ത യുദ്ധങ്ങളിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെട്ടിട്ടുള്ള ആളാണെങ്കിലും പറയുമ്പോൾ പല യുദ്ധങ്ങളും ജയിച്ചിട്ടുണ്ട്. ഈ സാഗരങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനായി വാണിട്ടുണ്ട്. സ്വന്തമായി ഒരു തുമ്പച്ചൂടലും ഉണ്ടായിരിക്കില്ല. രാജകുടുംബത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഗാന്ധാരന്മാരുടെ സ്ഥിതി അതായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ ആകെ ഒരു കുഴപ്പമുള്ളത് കണ്ണു കാണാൻ പാടില്ല എന്നുള്ളതാണ് എന്നിവരെ അറിയിക്കുമായിരുന്നു. ആ വിവാഹത്തിൻ്റെ രീതി അത്തരമാകാഞ്ഞതുകൊണ്ട് ആണത് ചെയ്യാഞ്ഞത്. പല വിവാഹങ്ങളും ഇങ്ങനെയായിരുന്നു. ഒന്നുകിൽ ബലമായി പിടിച്ചുകൊണ്ട് വരിക. അല്ല, ഇപ്പൊ സത്യവതിയുടെ വിവാഹത്തിൽ തന്നെ ഇവർക്കൊരു അവരുടെ ഒരു അധീശ രാജാക്കന്മാരുടെ ഒരു തലത്തിലുള്ള ബന്ധമായിരുന്നില്ലല്ലോ അത്. അല്ല, രാജാവിന് താല്പര്യം തോന്നി അത് ചോദ്യം ചെയ്യാൻ ആളില്ല. അതുകൊണ്ട് ആ താല്പര്യം ചോദ്യം ചെയ്യാൻ ഈ രാജാക്കന്മാർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന, ഇപ്പൊ ഉദയന കഥകളിലൊക്കെ പറയുന്നത് പോലെ രാജാക്കന്മാർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു സൈനികമായ സുരക്ഷിതത്വം, ഒരു രാജകുടുംബവുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാവാവുന്ന ചില സുരക്ഷിതത്വം, ഇതൊക്കെ കാരണങ്ങളാവാറില്ലേ? അതെല്ലാം പരിശോധിക്കണമെന്നാണ് പൂർവികമായ കൽപ്പനകൾ. പക്ഷെ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ ഞാനിപ്പോൾ കിട്ടുന്നെങ്കിൽ ചാവും എന്നുള്ള നിലയിൽ നിന്നാൽ പിന്നെ അവിടെ ഒന്നും പറയാൻ നിവൃത്തിയില്ല. ഈ ശന്തനുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിനപ്പുറത്ത് വേറെ ഒരാളില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് അപ്പോഴേക്കും മരിച്ചു പോയിരിക്കുന്നു.
പ്രദീപൻ. ശാസിക്കേണ്ടയാൾ അദ്ദേഹമാണ്. പിന്നെ ഉള്ളത് സോമഭട്ടനാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടതേയില്ല. കാരണം അതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ആയി കരുതി അദ്ദേഹം അതിനകത്ത് നിന്ന് ഇടപെടാതെ മാറി നിന്നതാണ്. അദ്ദേഹത്തിൻ്റെ വലിയച്ഛൻ്റെ മകനാണ് ഈ സോമഭട്ടൻ, സോമദത്തി എന്ന് പറയും, സോമദത്തൻ. അദ്ദേഹത്തിൻ്റെ പുത്രനും വലിയ യുദ്ധ വിദഗ്ധനായിരുന്നു. ഗീതയിൽ പറയുന്ന അത് തന്നെ സോമദത്തി എന്ന് അദ്ദേഹത്തിൻ്റെ മകനെയും പറയും. അതുകൊണ്ട് ഇതൊന്നും അറിയാനുള്ള ഒരു സൗഭാഗ്യമോ ദൗർഭാഗ്യമോ ഗാന്ധാരിക്ക് ഉണ്ടായില്ല. ദൗർഭാഗ്യമെന്ന് പറയുന്നത്, അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അത് വേണ്ട എന്നോ മറ്റോ പറയാൻ ധൈര്യമുള്ള വ്യക്തിയായിരുന്നു ഗാന്ധാരി. അപ്പോൾ അവരുടെ ഭാഗ്യത്തിനിടിവ് വരും. പഴയതുപോലെ അവിടുത്തെ ഗോത്രവർഗത്തിൽ കിടന്ന വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കേണ്ടി വരും. രാജാക്കന്മാരാണെന്നുള്ളത് ഒരു പറച്ചിൽ മാത്രമാണ്. ഇപ്പോൾ കുഴിയാന എന്ന് പറയുന്നത് പോലെയുള്ളൂ. ആനയാണല്ലോ. കുഴിയാന എന്ന് പറഞ്ഞിട്ട് തുമ്പിക്കൈ എവിടെ എന്ന് ചോദിച്ചാൽ തുമ്പിക്കൈയുമില്ല, കൈയുമില്ല, വിരലുമില്ല. അപ്പോൾ ആ തരത്തിലുള്ള രാജാക്കന്മാരാണ്. ഈ ധൃതരാഷ്ട്രം എന്ന പേരിന് എന്താ പക്ഷേ അർത്ഥം? രാഷ്ട്രം തനിക്ക് ഭരിക്കാനുള്ള ജനങ്ങളെയും ആ ജനങ്ങൾ വസിക്കുന്ന രാജ്യത്തെയും ആർക്കും വിട്ടുകൊടുക്കില്ലാത്തവനാണ്. ഉറച്ച എന്ത് പ്രശ്നം ഉറച്ച രാഷ്ട്രബോധം എന്ന് പറയാൻ പറ്റുമോ? വിട്ടുകൊടുക്കില്ല. രാഷ്ട്രത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതെന്നും ധരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. പാണ്ഡു ഭരിക്കുമ്പോഴും കാര്യങ്ങളെല്ലാം വിളിച്ച് ശാസനാരൂപത്തിൽ പാണ്ഡുവിനോട് ചോദിക്കും, എന്റെ ആണല്ലോ, ഞാൻ അവന് കൊടുത്തതാണല്ലോ. അപ്പൊ കേട്ടു നിൽക്കുന്നവരെന്ത് വിചാരിക്കും? രാജാവ് കാര്യം ഇങ്ങനെ പാണ്ഡുവാണ് പേരിന് ഭരിക്കുന്നതെങ്കിൽ തന്നെയും ചേട്ടൻ്റേതാണ് ആജ്ഞയും ശാസനയും കൽപ്പനയും എല്ലാം എന്ന് കേട്ടു നിൽക്കുന്നവർക്ക് തോന്നത്തക്ക വിധത്തിൽ ഉള്ള പല തരത്തിലുള്ള ജാടകളും. ഈ അന്നത്തെ ഈ രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിന് ഈ സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പം രൂപപ്പെട്ടിട്ടുണ്ടോ? ആ സങ്കല്പവും ഉണ്ട്. അപ്പൊ രാഷ്ട്രം, ജൈവ ഭൂവിഭാഗം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് രാഷ്ട്രം. മന്ത്രി, അമാത്യൻ. അതിലൊരാളാണ് രാജാവ്. പിന്നെ ജനങ്ങൾ, പിന്നെ ജ്ഞാനികൾ, അവരുടെ ഉപദേശമുണ്ട് ഇതിന് എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് രാഷ്ട്രമാകുന്നത്. അപ്പോൾ നാം ഇന്ന് വിചാരിക്കുന്നതിനേക്കാൾ കരുതുന്നതിനേക്കാൾ ശക്തമായ ഒന്നിനെയാണ് അന്ന് രാഷ്ട്രം എന്ന് പറഞ്ഞിരുന്നത്. ഈ രാഷ്ട്രത്തിന്റെ അധിപന് ഒരു കുലവധുവിനെ തിരഞ്ഞെടുക്കാൻ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. അതിന് ഗൃഹ്യസൂത്രങ്ങളിൽ വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. രാജാവിന് മാത്രമല്ല, സാധാരണ ഒരു മനുഷ്യൻ വധുവിനെ തിരഞ്ഞെടുക്കുമ്പോഴും, സാധാരണ ഒരു വധു അവരുടെ വരനെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വധു എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, വധുവിൻ്റെ പിതാവും മാതാവും ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്തെല്ലാമാണ്, അവരുടെ ബന്ധുക്കൾ, പിന്നെ അമ്മാവന്മാർ എന്ന് പറയുന്ന രക്ഷിതാക്കൾ, ഇവരൊക്കെ ഏതേതെല്ലാം വസ്തുതകളിൽ അപഗ്രഥനാത്മകമായി ശ്രദ്ധിച്ചിരിക്കണം എന്ന് വിശദമായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയേണ്ടാത്ത വിധത്തിൽ അത് വിശദമാണ്. അത്തരം 4-5 ഗ്രന്ഥങ്ങളെങ്കിലും നമുക്ക് ലഭിക്കും. അശ്വലായന ഗൃഹ്യസൂത്രം തുടങ്ങിയിട്ട് ബൗദ്ധായന ഗൃഹ്യസൂത്രം. പക്ഷേ ഈ സ്വയംവരം എന്ന വ്യവസ്ഥയിൽ അങ്ങനെ ഒരു, അത് കുടുംബം തീരുമാനിച്ചിട്ട് വധുവിനെ പുത്രിയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് പുത്രിയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, പുറത്തുള്ള രാജാക്കന്മാരുമായി സഹകരിക്കാനും അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാനും, വന്നിട്ടില്ലാത്ത ആളുകൾക്ക് അവിടെ വരാനും, അവിടുത്തെ ഈ വിവാഹിതയാവാൻ പോകുന്ന, വരിക്കപ്പെടാൻ പോകുന്ന പുത്രിയുടെ പിതാവിന് ഇവരുമായിട്ടെല്ലാം വലിയ സൗഹൃദമുണ്ടാക്കുന്നതിനും, പിന്നെ അവിടെ നിന്ന് മന്ത്രിമാർ, സേനാനായകന്മാർ, അതുപോലുള്ളൊരു വലിയ ജ്ഞാനികൾ, രാഷ്ട്രമീമാംസകന്മാർ, ഇവരെല്ലാവരുമായിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ വലിയ ഒരു പറ്റമായിട്ടാണ് ഈ ആളുകളെല്ലാവരും വരുന്നത്. അവരുമായിട്ട് പരിചയം ശ്രദ്ധിക്കും.
അങ്ങനെ പരിചയം വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതിനും പിന്നെ അനേകം തരത്തിലുള്ള കലകൾ, കൂത്ത്, കൂടിയാട്ടം, ഓട്ടം, ചാട്ടം, നൃത്തം തുടങ്ങിയിട്ടുള്ള അത് നൃത്തം എന്നും പറയാം, നൃത്തം എന്നും പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ, പിന്നെ കായികാഭ്യാസത്തിൻ്റെ പ്രകടനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് കാണാം. അവിടെ വലിയ കൃതികളൊക്കെ പണ്ഡിതന്മാരെ ആളുകൾ വായിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉണ്ടാകും ഒരു വശത്ത്. അതാണ് വ്യാഖ്യാനം. അപ്പോൾ വ്യാഖ്യാനം ഉണ്ടാകും. അപ്പോൾ ഏത് കാര്യങ്ങളിൽ പല വ്യക്തികൾക്ക് താല്പര്യമുണ്ടോ അവർക്കെല്ലാം താല്പര്യമുള്ള പലതരത്തിലുള്ള കാഴ്ച വസ്തുക്കൾ അവിടെ ഉണ്ടാകും, കേൾവി വസ്തുക്കൾ. അപ്പം അതൊരു ദൃശ്യവിരുന്നുമാണ്, അതോടൊപ്പം തന്നെ ഒരു ശ്രവ്യവിരുന്നുമാണ്. അന്ന് ഇതിനൊക്കെ മാർഗങ്ങൾ വളരെ കുറവായിരുന്നതുകൊണ്ട് ഇത്തരം സ്വയംവര മണ്ഡപങ്ങൾക്ക് ചുറ്റുമാണിത് അരങ്ങേറിയിരുന്നത്. പിന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ, പിന്നെ കാർഷിക മേള. കൃഷിമന്ത്രിമാരുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കൃഷിക്ക് ചുമതലയുള്ള ആളുകൾ രാജാവിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. അവരാണത് നടത്തുന്നത്. അപ്പോൾ ചേമ്പിൻ്റെ വിത്ത് വാങ്ങിക്കാം, പയറിൻ്റെ വിത്ത് വാങ്ങിക്കാം, പാവലിൻ്റെ വിത്ത് വാങ്ങിക്കാം. വിപണന മേള ഉണ്ടാകും. അവിടെ കൊണ്ടുപോയി വിൽക്കാം, പശുവിനെ മേടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മൃഗങ്ങളെയും ഒക്കെ അവിടെ, പട്ടി, എല്ലാത്തിനെയും അവിടെ പ്രദർശിപ്പിക്കും. അപ്പോൾ എല്ലാ തരത്തിലും മാനസിക ഉല്ലാസവും ശാരീരികമായ വ്യായാമവും കണ്ണിനും കാതിനും കുളിർമ നൽകുന്നതുമായ വിവിധ തരത്തിലുള്ള കാഴ്ചകളുണ്ടാകും. ചിന്തിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കൃതികളെ സംബന്ധിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ടാകും. പിന്നെ ഈ ഗണിതശാസ്ത്രത്തെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള റിഡിൽസ് ഉണ്ടാകും. ആർക്കും പങ്കെടുക്കുക അതിനകത്ത്. സാംസ്കാരികോത്സവം, കായികോത്സവം, അങ്ങനെ പല ഒരു ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ എപ്രകാരം ജീവിക്കുന്നു, പിന്നെ അവരുടെ പലതരത്തിലുള്ള കറികൾ അതെല്ലാം പ്രദർശിപ്പിക്കും. അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ചക്കയാണ് ഒരു പ്രധാന ദ്രോഹിയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെയല്ല, നല്ല വിവിധ തരത്തിലുള്ള പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ മത്സ്യവും ഉണ്ടാകും, ഇറച്ചി ഉണ്ടാകും. അതിനൊന്നും അവിടെ തടസ്സവും നിരോധവും ഒന്നുമില്ല. രാജാക്കന്മാരിത് കഴിക്കുന്നവരുണ്ടാകും, ഇത് കഴിക്കാത്തവരുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ഈ ശകുനി തുടങ്ങിയവർ ഒരു ഇവിടുത്തെ ഭാഗമായി, ഹസ്തിനപുരത്തിൻ്റെ ഭാഗമായി മാറിയത് എങ്ങനെയാണ്? അവരുടെ കുടുംബം, അങ്ങനെയൊക്കെ അതിനെ പറ്റിയിട്ടൊന്നും എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? മറ്റൊന്ന്, ഗാന്ധാരി, ഈ ഒരു ഗാന്ധാരദേശത്തു നിന്ന് വധുവായി വന്ന ഗാന്ധാരി ഇങ്ങനൊരു തീരുമാനം, കണ്ണുകെട്ടുക എന്നൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? അത് പ്രാഥമികമായി അതൊരു പ്രതിഷേധമാണ്. അതൊരു ക്രോധത്തിൻ്റെ ദുസ്സഹമായ പ്രകടനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണത് വരുന്നത്. പിന്നീട് അതിന് ഗാന്ധാരി തന്നെ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേറൊരു നിറം കൊടുക്കുകയാണ്. ഇപ്പോൾ കെട്ടിടം പണിഞ്ഞു വന്നപ്പോൾ ഇത്തിരി പെശകിപ്പോയി. ആ പെശകിയ സ്ഥലം ഒരു അലങ്കാരമാക്കി മാറ്റുക. അപ്പോൾ നോക്കുമ്പോൾ ഇതെന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഇത്? അതൊരു അലങ്കാരമായിട്ടിരിക്കട്ടെ എന്ന് കരുതി പെശകി പോയതാണെന്നല്ല അപ്പോൾ പറയുക. ഒരു അലങ്കാരമായിട്ടിരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ വേണമെങ്കിൽ ഒരു എടുപ്പാക്കുകയും ചെയ്യാം. പിന്നെ അത്ര നിർബന്ധമുള്ള ആളുകൾ എൻ്റെ താഴെ വന്ന് നിൽക്കുകയാണെങ്കിൽ പതുക്കെ തള്ളി താഴത്തേക്ക് ഇട്ട് തലയിലേക്കിട്ട് അങ്ങനെ അവരെ നിഗ്രഹിക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ പല ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീണത വിദ്യ എന്നുള്ള നിലയിൽ ഗാന്ധാരി സ്വീകരിച്ച ഒരു അടവാണത്. അടവായിട്ടാണ് സ്വീകരിച്ചതെങ്കിലും പിന്നീട് ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയായി വന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വിവാഹം കഴിക്കുക എന്നത് ഹസ്തിനപുരിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. നാം പൊതുവെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണ്. കുന്തി അങ്ങനെ തന്നെയായിരുന്നു? കുന്തി ഭോജനം അങ്ങനെ തന്നെയാണോ ചെയ്തത്? ഇല്ല, അതവിടെ അത് വളരെ ഗൗരവമുള്ള സംഗതിയാണത്. അതവിടെ ശൂരസേനനുണ്ട്, വസുദേവരുണ്ട്. പക്ഷെ എന്നാലും യാദവരല്ലേ വാസ്തവത്തിൽ അവര്?
അതുകൊണ്ടെന്താ? അവര് സ്ഥാനം കൊണ്ടും അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ടും ഇവരെക്കാട്ടിലും താഴെയുള്ളവരല്ലേ? താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ താഴെയുള്ളവരാണ് എന്ന് മറ്റുള്ളവർ കരുതത്തക്ക വിധത്തിൽ അവരുടെ ആദിമ പിതാവ് അവർക്കിട്ട് ഒരു ദ്രോഹം ചെയ്തു വെച്ചു. യയാതി യദുവിനെ ഭ്രഷ്ടനാക്കി. യദുവിനെ ഭ്രഷ്ടനാക്കി കളഞ്ഞു. അല്ല, ഇവരൊക്കെ വാസ്തവത്തിൽ നാട്ടുരാജാക്കന്മാരല്ലേ? യാദവരിൽ പലരും നാട്ടുപ്രമുഖന്മാരല്ലേ? നാട്ടിലെ പ്രമുഖന്മാരാണെന്നേ ഉള്ളൂ, രാജാക്കന്മാരല്ല. പക്ഷേ ഒരു കാര്യം, അവരുമായിട്ട് ഒരു തരത്തിലുമുള്ള കലഹത്തിന് ആരും പോകില്ല. കാരണം കലഹത്തിന് എന്നാൽ വിട്ടുകൊടുക്കുന്നവരല്ല. അപ്പോൾ ഈ ചാട്ടടി വരുന്ന പോലെയാണ് ഇവർ യാദവന്മാർ വരുന്നത്. സർവത്ര നാശം ഉണ്ടാക്കിക്കൊണ്ടാണ് യാദവന്മാരുടെ പട. പിന്നെ വലിയ ധർമ്മബോധമൊന്നും അക്കാര്യത്തിൽ അവർ പാലിക്കുകയുമില്ല. ഇങ്ങനെ 18 അക്ഷവണികൾ അവരുടെ ഓരോ ശാഖയുടെയും വകയായിട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പം അതിൻ്റെ പേടിയുണ്ട്. പക്ഷേ ഈ ഒരു വിവാഹത്തിലൊരു ഇന്നത്തെ കാലത്ത് പോലും പ്രധാനമായി നോക്കുന്ന ഒന്ന് ജാതി വ്യവസ്ഥയാണ്. ഇതിപ്പോ സത്യവതിയുടെയും ഇപ്പൊ ഈ യാദവ സ്ത്രീയെ വിവാഹം കഴിച്ചതും ഒക്കെ ഒരു എക്സെപ്ഷനാണോ? അല്ലെങ്കിൽ ഈ ഒരു രാജകുടുംബങ്ങൾ തമ്മിലുള്ള രാജകുടുംബങ്ങളിൽ പല ചിലപ്പോൾ ഈ നാട്ടുപ്രമാണിമാരൊക്കെ പല യാദവന്മാരും അതുപോലെ താഴ്ന്ന സമുദായത്തിലുള്ളവരാവാം. അപ്പോൾ ഈ ഒരു രാജകുടുംബങ്ങളും സാധാരണ ജാതിയിൽ താഴ്ന്നവരും തമ്മിലുള്ള വിവാഹം സർവ്വസാധാരണമായി നടന്നിരുന്നു. അല്ല, ഇവിടെ രാജാക്കന്മാരുടെ ഒരു വൈചാരികവും വൈകാരികമായ സ്വാതന്ത്ര്യമുണ്ട് ഇതിനകത്ത്. അതിനടുത്ത് സാധാരണീകരിക്കാൻ പാടില്ല. സാധാരണ ഗതിയിൽ അങ്ങനെ നടക്കില്ല. അങ്ങനെ നടക്കില്ല. ഇതിപ്പോൾ ചോദിക്കാനാളില്ല. ഭീഷ്മര് വെറുതെ ഇദ്ദേഹത്തെ കാണാൻ പോയതാണ്, ശല്യര്. അവിടെ ഒന്നും ശല്യമൊന്നും ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ പോയതായിരിക്കും അദ്ദേഹം. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ശല്യരുടെ സഹോദരിയെ കണ്ടത്, മാദ്രി. അപ്പോൾ പറഞ്ഞ്, ഇവളെ ഞാൻ പാണ്ഡുവിന് വേണ്ടി വധൂകരിക്കുന്നു, നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വന്നോളൂ എന്ന് ഒരു ദിവസം അദ്ദേഹം അവിടെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് ഹസ്തിനപുരിയിൽ കൊണ്ടുവന്നു വെച്ചു മാദ്രിയെ വിവാഹം കഴിച്ച്. കുന്തി അവിടെ ഉണ്ടോ? അവിടെ കുന്തി വാസ് പ്രസൻറ്റ്. അപ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത്. അവിടെ വെച്ച് വിവാഹം നടത്തി മാദ്രിയെയും കൂടി പാണ്ഡുവിൻ്റെ ഭാര്യ ആക്കി മാറ്റുകയാണ്. അപ്പോൾ അത് ഭീഷ്മരുടെ ചോദ്യം ചെയ്യപ്പെടാൻ വയ്യാത്ത തരത്തിലുള്ള ഔന്നത്യത്തിൽ നിന്നുകൊണ്ട്, അപ്രമാദിത്വത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നൊരു കർമ്മമാണ്. ആര് ചോദിക്കും? ആരും ചോദിക്കില്ല. കാരണം അജയ്യനായ ഒരു യോദ്ധാവാണ്. അദ്ദേഹം ചെയ്ത, അച്ഛന് വേണ്ടി ചെയ്ത മഹത്തായ ത്യാഗത്തിൻ്റെ, ഒരിക്കലും കെട്ടുപോകില്ലാത്ത യശസ്സിൻ്റെ, ദീപസ്തംഭത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തെ എല്ലാവരും കാണുന്നത്. അപ്പോൾ അത് ഭീഷ്മർ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും അതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു അപ്രമാദിത്വം കൽപ്പിച്ചിരിക്കുകയാണ്. ഭീഷ്മർ മാദ്രിയെ കൊണ്ടുവന്നു, ഇവിടെ വെച്ച് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോൾ കുന്തിയോ എന്ന് ചോദിക്കില്ല. ഭീഷ്മർക്ക് അതിനെല്ലാമുള്ള അധികാരമുണ്ട്. അദ്ദേഹം അത് ചെയ്തു. ആ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഇത് വേറൊരാൾക്ക് ചെയ്യാനൊക്കില്ല. അങ്ങനെയാണ്. ഇപ്പോൾ DGP ഒരാളുടെ കാരണത്തിട്ട് അടിവെച്ച് കൊടുത്തു. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നു, മേത്തിന് കുട്ടി എന്നുള്ളതായിരിക്കും കാരണം. അപ്പോൾ വലിയ ബഹളത്തിൽ ആളുകളിടയ്ക്ക് കൂടി നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അത് DGP ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ലായിരിക്കും. വെറുതെ സാധാരണ വേഷത്തിലായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക. അപ്പോൾ മേത്ത് വന്ന് മുട്ടി എന്ന് പറഞ്ഞിട്ടൊരു അടി കൊടുത്തു. ചോദിച്ചു വരുമ്പോൾ ആളെ മനസ്സിലായി. ആളെ മനസ്സിലാകുമ്പോൾ പിന്നെ സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. എന്താണ്? ഒരു ചെറിയ അധികാരത്തിൻ്റെ വലിയ ഔന്നത്യത്തിലാണ് നിൽക്കുന്നത്. വളരെ വളരെ കുഞ്ഞധികാരമാണ്. എന്ന് വിളിച്ചാൽ ചിലപ്പോൾ മൂത്രം പോകും. അത്രയേ ഉള്ളൂ ആ അധികാരം. വിളിക്കേണ്ട പോലെ വിളിച്ചാൽ. പക്ഷെ ആ അധികാരത്തെ ആളുകൾ അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ ചെയ്തു. അതൊരു പ്രശ്നമാക്കി ആരും എടുക്കില്ല. എല്ലാവരും ഇത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എല്ലാവരും ഒഴിവാകുകയാണ്.
ഇപ്പോൾ ഭീഷ്മർ ഇങ്ങനെ മാദ്രിയെ വിളിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് പാണ്ഡുവിന് വിവാഹം കഴിച്ചു കൊടുത്തു. വേണ്ടാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടാത്തതാണ്. ആ വേണ്ടാത്ത കാര്യങ്ങളിൽ പ്രമുഖമായ ഒരു വേണ്ടായ്മയാണ് ഈ മാദ്രിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇദ്ദേഹത്തിന് പാണ്ഡുവിന് വിവാഹം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കാര്യമുണ്ടായി. മാദ്രിയുടെ ഒരു അതുകൊണ്ടാണല്ലോ അദ്ദേഹം മരിച്ചുപോയത്. ഓ അപ്പം പാണ്ഡുവിന് നല്ലൊരു പണിയാണ് ചെയ്ത് വെച്ചു കൊടുത്തത്. അദ്ദേഹം അത് ഉദ്ദേശിച്ചില്ല. ഇതാണ് അനാവശ്യമായ സന്ദർഭത്തിൽ കയറി ഒരു രാഷ്ട്രത്തിൻ്റെ ഉൽപ്പത്തിയും അതിൻ്റെ അപ്പോഴത്തെ നിലനിൽപ്പും അതിൻ്റെ ദശയും അതിൻ്റെ വികാസവും അതിൻ്റെ പരിണാമവും നോക്കാതെ അധികാരത്തിലിരിക്കുന്ന ആളുകളോ അധികാരത്തിലിരുന്ന ആളുകളോ സ്വയം മറന്ന് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആ രാജ്യത്തിനും ആ രാജ്യത്തിലെ രാജകുടുംബത്തിനും വിനാശകരമായിട്ടേ ഭവിച്ചിട്ടുള്ളൂ. അത് പുരാണങ്ങളെടുത്ത് നോക്കിയാലും നമുക്കത് കാണാം. ലോകചരിത്രം അങ്ങനെ തന്നെ എടുത്ത് ഉതിർത്ത് നോക്കിയാലും നമുക്കത് കാണാം. വളരെ ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ള സംഗതികളെല്ലാം പിന്നീട് എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ആ ചെയ്ത ആളുകളുടെ വംശത്തിൻ്റെ രാജവംശത്തിൻ്റെ ഉന്മൂലനാശം വരുത്തി അത് ആ കർമ്മത്തിൻ്റെ അവശിഷ്ടം പിരിഞ്ഞു പോകുന്നത് എങ്ങനെയായിരിക്കും? ആ കുടുംബത്തെ തകർത്തുകൊണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു പണിയാണ് ഇദ്ദേഹം ഈ ചെയ്തു വെച്ചത്. യയാതി ചെയ്ത എൻ്റെ യൗവനം നിങ്ങളെടുത്തിട്ട്, എൻ്റെ വാർദ്ധക്യം നിങ്ങളെടുത്തിട്ട് നിങ്ങളുടെ യൗവനം എനിക്ക് തരണമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഉള്ളൊരു പണി തന്നെയാണ് ഈ ചെയ്തു വെച്ചത്. കുടുംബത്തിന് എതിരായിട്ടുള്ള കാര്യമായിരുന്നു. നിങ്ങൾ എൻ്റെ വാർദ്ധക്യവും നിങ്ങളുടെ എടുക്കണ്ട, നിങ്ങളുടെ യൗവനവും എനിക്കുണ്ട്, പോയിനടാ പിള്ളേരെ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ആരാവുന്നത്? യഥാർത്ഥത്തിലുള്ള രാജാവും യഥാർത്ഥത്തിലുള്ള മനുഷ്യനും യഥാർത്ഥത്തിൽ ഔന്നത്യമുള്ളവനുമായി തീരുന്നത്. അത് പലപ്പോഴും ചെയ്യാറില്ല. അവനവൻ്റെ ആഗ്രഹങ്ങളുടെ പിടിയിൽ, അവനവൻ്റെ ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെയും അവനവൻ്റെ മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും അപരിഹാര്യമായ ആഘാത പ്രത്യാഘാതങ്ങളുടെ ആഹതിയേറ്റ് വളരെ യുക്തിരഹിതമായി ഇവരെല്ലാവരും അവർ ചെയ്ത പ്രവൃത്തിയുടെ വിഷബാധയേറ്റാണ് എല്ലാവരും മരിച്ചു പോകുന്നു. ചില ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രവൃത്തിയുടെ വിഷബാധയേറ്റ് മരിച്ചു പോയവരുടെ സങ്കേതമാണ് എന്ത്? ലോകചരിത്രം.